ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ്. ഒഴിവ് ദിവസങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യാറെന്നാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ആദ്യം പോയിട്ട് ബ്രഷ് ചെയ്ത് വന്നിട്ടാണ് ബെഡ്ഷീറ്റെല്ലാം ശരിയാക്കുന്നത്. ബെഡ്ഷീറ്റും പിന്നെ പുതിയ തലേണ കവറും പുതപ്പും എല്ലാം മടക്കിയിട്ട് ഒരു സൈഡിൽ വെച്ചു. പിന്നെ അതിന് ശേഷം സ്കിൻ കെയർ ചെയ്തു. ഇപ്പോൾ ഇതൊക്കെയാണ് സ്കിൻ കെയർ. കുറച്ച് മുമ്പ് വാങ്ങി വെച്ചിരുന്നൊരു ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു, അതും കുറച്ച് നേരം ഇട്ടിട്ട് വെച്ചു. പിന്നെ അടുക്കളയ്ക്ക് പോയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ആദ്യം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയെല്ലാം ആദ്യം തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് അതെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ചെമ്മീൻ മേടിച്ച് വെച്ചുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിരുന്നു. ഉള്ളിയെല്ലാം ഞാൻ നന്നായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞിരുന്നത്. അതിനുശേഷം ഞാൻ തക്കാളിയും ഒരു 4 പീസസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം പ്രൗൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അതിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പ്രൗൺസ് ഓരോന്നോരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുക്കണേ ഉള്ളൂ, കാരണം ബിരിയാണി ദമ്മിടണ സമയത്തും അത് ഒന്ന് നന്നായിട്ട് ചുരുങ്ങി വരും. അതുകൊണ്ട് ചെറുതായിട്ടേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഫ്രൈ ആവണ സമയം കൊണ്ട് ഞാൻ സൈഡിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തൈരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മസാലക്കൂട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച നമ്മൾ പ്രൗൺസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ബിരിയാണി എല്ലാം ദമ്മിട്ടതിന് ശേഷം ഞാൻ റൂമിലോട്ട് പോയി കുറച്ച് നേരം ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിസംബർ മാസത്തെ ജേണൽ ഞാൻ തുടങ്ങി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് പോയി ഒന്നിരുന്നത്. ജേണൽ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കുളിച്ചു. അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു ബിരിയാണി തന്നെ ആയിരുന്നു. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ 2024 ഫസ്റ്റ് ജനുവരി മുതൽ ചെയ്ത ജേണലിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2024 അപ്പോൾ ആദ്യമായിട്ടാണ് തുടങ്ങി വെച്ചൊരു ജേണൽ കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്തതൊക്കെ ആദ്യം മുതൽ ഞാൻ നോക്കി വായിച്ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്തിട്ട് അതെല്ലാം പ്രിൻ്റ് ചെയ്തിട്ട് നമ്മുടെ ജേണലിൽ ഒട്ടിക്കുകയാണ് ചെയ്തിരുന്നത്. ഒരു മൊമെൻറ്റ്സ് ബുക്ക് ഉണ്ടായിരുന്നു. ഓരോ മൊമെൻറ്റ്സ് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് സൈഡിൽ ആ മൊമെൻറ്റ്സ് എഴുതി വെക്കുന്ന ഒരു ജേണലും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ഒരു കോൾഡ് കോഫിയും ബ്രൗണിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അടുക്കളയിൽ പോയിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബ്രൂ കോഫിയുടെ പൗഡറും പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മളെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു ക്രീമി പരുവത്തിൽ കിട്ടും.
പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിക്ക് നമ്മൾ ഐസ് ക്യൂബുകൾ ഇട്ട് വെക്കുക. ഐസ് ക്യൂബൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ പാലാണ് ഒഴിച്ച് കൊടുത്തത്. പാലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സ്ട്രോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്രൗണി ഞാൻ പുറത്തുനിന്ന് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ബ്രൗണി വാങ്ങി അതിൻ്റെ മുകളിൽ നമ്മൾ ഡയറി മിൽക്കും കൂടെ ഓരോ പീസസ് ആയിട്ട് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്ത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്ത് നമ്മൾ മുറിയിൽ സൺലൈറ്റിൽ പോയി ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഒരു തീം കണ്ടെത്തിയിട്ട് ആ ഒരു റെഫറൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് കളറ് ആഡ് ചെയ്യാണ്. ഒരു സ്ട്രോബെറി തീമിലുള്ള ഒരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ച് ബുക്ക് മാർക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ നോവൽ വായിച്ച് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.